നമ്മുടെ സോപ്പ്. കാണുമ്പോൾ പേപ്പർ പോലെ ഉണ്ടല്ലേ, പേപ്പർ തന്നെയാണിത്. പക്ഷെ ഇതാണ് നമ്മുടെ എമർജൻസി സോപ്പ്. ഇത് ഒരു സാധാരണ പേപ്പർ പോലെയാണ് നിങ്ങൾക്ക് കാണുക. ഇതാ, നമുക്കിതൊന്ന് കഴുകി നോക്കാം. കൈക്ക് കുറച്ച് വെള്ളമാക്കിയിട്ട് നമ്മളിത് വെച്ചിട്ട് പൈപ്പ് ഓഫ് ആക്കാം. ഇതാണ് നമ്മുടെ പേപ്പർ. ഇതാ നല്ലപോലെ നമ്മൾ സാധാരണ സോപ്പ് പോലെ തന്നെ വരുന്നുണ്ട്. നമ്മളെ കടലാസ് നമുക്ക് കുറച്ച് വരച്ചാൽ ചാടാം. അപ്പൊ നമ്മുടെ കൈ ക്ലീനായി. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് പരിപാടി സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പം ഞാനിപ്പോൾ ഹാൻഡ് വാഷ് എടുത്തിട്ടുണ്ട്. ഹാൻഡ് വാഷ് ഓട്ടാണിത് ഒറ്റ ഇട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഹാൻഡ് വാഷ് തുറന്നിട്ടുണ്ട്. ഈ ഹാൻഡ് വാഷ് നമുക്ക് ഇതിലേക്കൊന്ന് സ്പ്രെഡ് ചെയ്യാം. അപ്പോൾ നമുക്കിതൊന്ന് ഫുള്ള് ഒന്ന് ഇതാക്കട്ടെ. ഓക്കെ, ഇതാ അപ്പോൾ നമ്മൾ ഇവിടെ പേപ്പറിൽ ഇത് ഫുള്ളായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ കാണിച്ചത് കുറച്ച് നമ്മൾ ഹാൻഡ് വാഷ് ഉപയോഗിക്കേണ്ട ആവശ്യമുള്ളൂ, അധികം ഉപയോഗിക്കേണ്ട, പക്ഷെ തീരെ ഇല്ലാതെ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെയാണ് ഇത് വെക്കാൻ പോകുന്നത്. നല്ല വെയിലാണ്, അപ്പോൾ തീരെ ഹാൻഡ് വാഷ് ഇല്ലാതെ ആക്കരുത്. ഹാൻഡ് വാഷ് തന്നെയാണ് ഇതിലാക്കുന്നത് നല്ലത്. സോപ്പ് നിങ്ങൾ വരച്ചിട്ട് കാര്യമില്ല. ഹാൻഡ് വാഷ് കട്ടിയുള്ള ഹാൻഡ് വാഷ്, വെള്ളം നമ്മൾ ഒഴിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, വെള്ളം ഉപയോഗിക്കേണ്ട, അല്ലാണ്ട് തന്നെ നിങ്ങൾക്ക് വെച്ചാലും മതി. ഇപ്പോൾ തൊടല. ഓക്കെ, ഇനിയിപ്പോൾ ഇപ്പോൾ ഒരു 10-20 മിനിറ്റ് കൊണ്ട് വേണം, കാരണം നല്ല വെയിലെന്ന് പറഞ്ഞാൽ നല്ല വെയിലാണ്. കുറച്ചിന് കളർ ഡിഫറൻസ് വന്നിട്ടുണ്ട്. ഇത് ഹാൻഡ് വാഷിന്റെ ആ ഒരു ഇത് വരുമ്പോഴുള്ള ഒരു കറുപ്പ് ഇത് വന്നതാണ് ഇവിടെ. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. എന്താ ചെറിയ ചെറിയ പീസ്, തീരെ ചെറുതാക്കി ഈ ഒരു പീസ് ആക്കിയിട്ട് അപ്പൊ നമുക്കിത് ഇവിടുന്ന് വെച്ച് കട്ട് ചെയ്യാം. അപ്പൊ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇപ്പം ഇതാ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതൊന്ന് സ്റ്റാപ്ലർ ചെയ്യാം. ഇപ്പൊ അതാ അത് കുറെ പീസ് കിട്ടിയിട്ടുണ്ട്, അത്യാവശ്യം കുറച്ച് പീസ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് സ്റ്റാപ്ലർ ചെയ്യാം. അല്ലെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും രീതിയിൽ സൂചി ഇട്ടിട്ട് ചെറിയൊരു നൂലിനെ കൊണ്ട് കെട്ടോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. പശയിട്ടൊട്ടിക്കലോ പെട്ടെന്നൊന്നും ആവില്ല. അപ്പൊ ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് സ്റ്റാപ്ലർ ചെയ്യാണ്. അപ്പോൾ നമ്മൾ സോപ്പ് റെഡി ആയിട്ടുണ്ട്, ഹാൻഡ് വാഷ് പേപ്പർ. അപ്പോൾ നമ്മൾ ഇതിനെ പേരിട്ടിരിക്കുന്ന ഹാൻഡ് വാഷ് പേപ്പർ എന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത്. ഓക്കെ, ഇതാ നമുക്ക് ഇനി ഇതൊന്ന് കഴുകി ഒന്ന് നോക്കാം ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇതൊന്ന് ടെസ്റ്റ് ചെയ്യാം. ഇരുന്ന് ഒരു പേപ്പർ മുറിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ കയ്യിൽ കുറച്ച് വെള്ളമാക്കിയതിന് ശേഷം കൈ കഴുകുന്ന പോലെ കുറച്ച് വെള്ളമാക്കുക, വരക്കുക. എൻ്റെ കൈക്ക് ആദ്യം ഒന്നും ഉണ്ടായില്ല കേട്ടോ, അതായതേ ഉള്ളൂ. നോക്കൂ, ഇതാ എൻ്റെ കൈക്ക് നല്ലപോലെ സോപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ വളരെ ഉപകാരപ്രദമായ ഒരു സംഭവമാണ്. കണ്ടോ, കറക്റ്റ് സോപ്പ് വെച്ച് നമ്മൾ തേച്ച പോലെയാണ് ഉള്ളത്. ഇനി നമുക്ക് കഴുകിയിട്ട് ഈ പേപ്പർ നമുക്ക് എവിടെയെങ്കിലും കളയാം ഫ്രണ്ട്സ്. അപ്പോൾ ഇത് വളരെ ഉപകാരപ്രദമായൊരു സംഭവമാണ്. അപ്പോൾ ഇതിപ്പം കുറച്ച് ഫയൽസ് നമ്മുടെ അടുത്ത് മിസ്സായി പോയി. വീഡിയോസ് നമ്മുടെ കൈ കഴുകുന്നതൊക്കെ ഞാൻ ഇപ്പോൾ എടുത്തതാണ്, നൈറ്റാണ്. ഇപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഇതൊക്കെ കണ്ടത്. അപ്പോൾ ഇതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഓഫീസ് എന്ന സ്ഥലത്തെ ഓഫീസ്, പിന്നെ കല്യാണത്തിന്, സ്കൂളൊക്കെ തുറക്കുന്ന സ്കൂളിലൊക്കെ ഇത് വളരെ അത്യാവശ്യമായ സംഭവമാണ്. ഇത് മടക്കി കഴിഞ്ഞാൽ അതാന്ന് നോക്കിയാൽ ഇത്രയേ ഉള്ളൂ സംഭവം. കണ്ടോ, ഇത്രയേ ഉള്ളൂ. ഈ ഒരു ചെറിയ സംഭവം നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും വെക്കാം. അപ്പോൾ വളരെ ഉപകാരപ്രദമായൊരു സംഭവമാണ്. പിന്നെ ഇപ്പോൾ വെബ് ക്യാമറയാണ് ഷൂട്ട് ചെയ്യുന്നത്, ക്ലിയറൊക്കെ കുറവായിരിക്കും അറിയാം. അപ്പോൾ കല്യാണത്തിനൊക്കെ പോകുമ്പോഴാണ് ഇത് കാര്യമായിട്ട് ആവശ്യം. കാരണം കല്യാണത്തിനൊക്കെ പോകുമ്പോൾ താഴെ ബക്കറ്റൊക്കെ വെച്ചിട്ട് ഇവിടെ ബക്കറ്റൊക്കെ വെച്ചിട്ട് ചെയ്യുമ്പോൾ നമ്മൾ വായ കഴുകിയിട്ട് പുറത്തേക്ക് തുപ്പുമ്പോൾ അതൊക്കെ ആ സോപ്പിൻ്റെ മേലെ തെറിക്കും. അപ്പോൾ പിന്നെ നമ്മൾ ആ സോപ്പ് എടുത്ത് കൈ കഴുകും. അപ്പോൾ അവർക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ നമുക്കും ആ ഒരു അസുഖം വരും. അപ്പോൾ അതൊരു വലിയ പ്രശ്നമാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇപ്പം വെക്കാൻ പോക്കറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിനൊരു കവർ ഉണ്ടാവുമല്ലോ, ആ കവറിൻ്റെ ഉള്ളിൽ വരെ കൊള്ളും. അത്രയും തിന്നാണ്. ഇതാന്ന് നോക്കാം, കണ്ടോ, അത്രയും തിന്നായിട്ടുള്ളൊരു
സംഭവമാണ്. പെട്ടെന്ന് ആവും, ചെറിയ ലോ കോസ്റ്റിലാവും ചെയ്യും, അത്ര പെട്ടെന്നാവും ചെയ്യും. പിന്നെ ഈ സ്കൂളിലൊക്കെ ആവുമ്പോൾ കുട്ടികൾക്ക് കൊണ്ടുപോകാൻ, സ്കൂളിൽ ഇപ്പോൾ തുറക്കുന്നുണ്ടെന്ന് പറഞ്ഞു, അപ്പോൾ സ്കൂളിലൊക്കെ ആകുമ്പോൾ കൊണ്ടുപോകാൻ വളരെ തിന്നായിട്ട് നിങ്ങൾക്ക് പോക്കറ്റിലൊക്കെ സിമ്പിളായിട്ട് കൊള്ളും. പോക്കറ്റ് ഒന്നും അതാ നോക്കി, ഇതിൻ്റെ തടി നോക്കിക്കോ, മടക്കിയാൽ ഇതാ നിങ്ങൾ നോക്കിക്കോ, കണ്ടോ ഇത്രയും ചെറുതാണ്. ഓക്കെ, അപ്പം ഇത് വളരെ ഉപകാരപ്രദമായ ഒരു സംഭവമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് വളരെ നല്ല ഒരു ഇതാണ്. ചെറിയ ലോ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ പൈസയിൽ നമുക്ക് വളരെ ഉപകാരപ്രദമായ ഒരു സംഭവം ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ വളരെ ഉപകാരപ്രദമായ ഒരു സംഭവമാണ്. എന്തായാലും തീർച്ചയായും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പല സ്ഥലത്ത് നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പോൾ ചെറിയ പൈസയേ ഉള്ളൂ. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് ഉപയോഗിച്ച് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് കമന്റ് ചെയ്യാം. ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക, ഡിസ്ലൈക്ക് കൊടുക്കുക. ഓക്കെ, ഇൻസ്റ്റാഗ്രാമിന്റെ ഐഡി താഴെയുണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാം. പിന്നെ ഓൾ എന്നുള്ള ഓപ്ഷൻ ഓർത്തണേ. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനിലേക്ക് സ്വിച്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.